ഇടുക്കി കാഞ്ചിയാർ കൽത്തൊട്ടിയിൽ കിടപ്പ് രോഗിയായ മാതാവിനെ മകനും മരുമകളും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മുഖത്തുൾപ്പെടെ പരിക്കുകളോടെ വയോധികയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെയെല്ലാം കുത്തിപ്പിടിച്ച് കൊങ്ങക്ക് പിടിച്ച് നെക്കി കെട്ടിത്തൂക്കും അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ അടിയൊക്കെ തന്നു. കഴിഞ്ഞ 16 വർഷമായി സന്ധിരോഗം ബാധിച്ച കിടപ്പിലാണ് സുശീല. 2 വർഷം മുൻപ് ഇവരുടെ ഭർത്താവ് മരിച്ചിരുന്നു. തുടർന്ന് മകനും മരുമകൾക്കുമൊപ്പമാണ് സുശീല താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് വയോധികയ്ക്ക് ക്രൂരമർദ്ദനം ഏറ്റത്. മകനും മരുമകളുമാണ് തന്നെ മർദ്ദിച്ചതെന്ന് സുശീല പറയുന്നു. ആ കാലമൊന്നും കുറേശ്ശെ തരുവുള്ളായിരുന്നു. എന്നിട്ട് അവള് കിടന്ന് ഭയങ്കര തേറി മകനെ കെട്ടിപ്പിടിച്ച് കിടന്നോടി, അടുത്ത് കിടത്തി നീ ഉണ്ടാക്കടി എന്നും പറഞ്ഞാൽ ഭയങ്കര തെറിയായിരുന്നു അവള്. സംഭവത്തെ തുടർന്ന് സുശീലയുടെ പെൺമക്കളായ സവിത, സരിത എന്നിവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അമ്മയെ ക്രൂരമായി മർദ്ദിച്ച കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും കിടപ്പ് രോഗിയായ അമ്മയെ പരിചരിക്കാൻ അനുമതി നൽകണമെന്നുമാണ് പെൺമക്കളുടെ മുഖ്യ ആവശ്യം. കുറച്ച് നാളായിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ അവള് മരുമകള് കയറി പറഞ്ഞ് ഓടിക്കുക, അവിടെ അടുത്തുള്ള അയൽവക്കക്കാർ ആരും കയറി ചെല്ലുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ഉപദ്രവം സഹിக்க വയ്യാതെ വരുമ്പോൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ ഇവൻ കുടി കഴിഞ്ഞ് വന്ന് നമ്മളെ തെറി വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അമ്മയ്ക്കിപ്പം മുഖത്ത് പരിക്കുണ്ട്. ഇപ്പോൾ 20 ഏക്കർ ആശുപത്രി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്, സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൈനാവിനെ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുശീലയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.